ചിരിക്കാനും ചിന്തിപ്പിക്കാനുള്ള രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിൽ സെമീറ. ഞാൻ അടുത്തല്ല, എനിക്ക് കുറച്ച് കാലമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആയിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴടുത്താണ് അത് വോക്കലൈസ് ചെയ്തത്, ഞാൻ ആൾക്കാരോട് പറയാൻ തുടങ്ങിയത്. അതെ, എന്താണത്? പറഞ്ഞപ്പോഴാണ് ആൾക്കാരൊക്കെ ശരിയാലേന്ന് തോന്നി. അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ അത്ര വലിയൊരു ഇന്റലക്ച്വൽ ആയിരുന്നു, അത്ര തത്വജ്ഞാനപരമായ ടോപ്പിക്സ് ഒക്കെ എനിക്ക് കൈകാര്യം ചെയ്യായിരുന്നു എന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കാം. സംഭവം എന്താണെന്ന് വെച്ചാല്, ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, റീൽസ്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ NRI അല്ലെങ്കിൽ അബ്രോഡ് പഠിക്കുന്ന കുട്ടികൾ, അബ്രോഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവരൊക്കെ ഇടുന്ന സ്റ്റോറീസ് പറഞ്ഞാല് എന്താന്ന് വെച്ചാല്, ഐ മിസ് മൈ മോം, ഞാൻ എൻ്റെ ഉമ്മയെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവരിടും റീൽസ്. ഈ റീൽസിൽ എപ്പോഴും കാണിക്കാന്ന് വെച്ചാല് ഉമ്മ ഇങ്ങനെ വീട്ടിൽ കുക്ക് ചെയ്ത് അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കാണിക്കുക. പക്ഷെ എൻ്റെ ഒബ്സർവേഷൻ എന്താന്ന് പറഞ്ഞാല്, അവരെപ്പോഴും ഉമ്മയെ മിസ് ചെയ്യുന്നു. ഇവിടെയുള്ള പൊതുവെ കാനഡയിൽ ഇങ്ങനെ അബ്രോഡിൽ ഒറ്റക്ക് നിൽക്കുന്ന ആൾക്കാർ, കോളേജിന് ഒറ്റക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉമ്മയെ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ അമ്മയെ മിസ് ചെയ്യുന്നു എന്നൊക്കെ അവര് പറയുമ്പോൾ അവര് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, ശരിക്കും ആര് പേഴ്സണല്ല, പക്ഷെ അവര് ചെയ്തിരുന്ന സർവീസസ് ആണ്. എക്സാക്ട്ലി. അവര് മിസ് ചെയ്യുന്ന എന്താന്ന് വെച്ചാല്, ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം, അല്ലെങ്കിൽ എന്താണ് ഭക്ഷണം എന്ന് അവർക്ക് വെറി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഉമ്മ എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. വീട് വൃത്തിയാക്കി ഇടണ്ട, ഡ്രസ്സ് അലക്കണ്ട, ഡ്രസ്സ് മടക്കി വെക്കണ്ട. ഇവര് ഉമ്മയെ മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവരെല്ലാരും ഈ കാര്യങ്ങളൊക്കെയാണ് പറയാറ്. ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരും, ഇഷ്ടമുള്ള അത്ര ഉണ്ടാക്കി തരും, ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഉണ്ടാക്കി തരും. അപ്പൊ പിന്നെ ചിലവര് പറയും മറ്റേ ഉമ്മ ഉണ്ടെങ്കിൽ ലോണ്ട്രി പ്രശ്നം. അതേപോലെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സാധനമൊക്കെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് നമ്മള് ഉമ്മ അത് എവിടെയാണ് വെച്ചത്, ഈ സാധനം എവിടെയാണ്, അങ്ങനെ മൊത്തത്തിൽ ലൈഫ് ഗെറ്റ്സ് ഈസിയർ വെൻ യുവർ മോംസ് അറൗണ്ട്. അവരില്ലെങ്കിൽ അത് ഹാർഡാണ്. അത് പിന്നെ അവര് ഗ്ലോറിഫൈ ചെയ്തിട്ട് ഐ എം മിസ്സിംഗ് മൈ മോം എന്ന് പറഞ്ഞിട്ട് അവര്, ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞാൽ ദേ ഡോണ്ട് മിസ് ദെയർ മോംസ്. അവര് മിസ് ചെയ്യുന്നതെന്ന് വെച്ചാല് വീട്ടില് ഒരു മെയ്ഡിനെയാണ്. അതായത് അവർക്ക് ഉമ്മന്റെ കൂടെയുള്ള കോൺവെർസേഷൻസ് മിസ് ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ ഉമ്മന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന മിസ് ചെയ്യുന്നു എന്നൊന്നും അല്ല അവര് പറയാറ്. അവരെപ്പോഴും ഉമ്മന്റെ ഭക്ഷണം, ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എന്നാണ് എപ്പോഴും പറയാറ്. വീഡിയോസ് ആണെങ്കിൽ കാണാമല്ലോ, നമ്മള് കിച്ചണിൽ ഇങ്ങനെ ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുമ്പോ മറ്റേ വീഡിയോ ഫെയിൽ ആയി വരും, ഉമ്മ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോ സൈഡിൽ ഇരിക്കുന്നത്. അപ്പൊ ബേസിക്കലി ദേ മിസ് ദെയർ മെയ്ഡ്സ് എന്നുള്ള മാതിരി എനിക്ക് തോന്നാറ്. എനിക്കും എന്റെ ഉമ്മനെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരിക്കലും എനിക്ക് എന്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മിസ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഉമ്മനെ കാണണം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് എന്റെ ഉമ്മന്റെ ഭക്ഷണം ഉണ്ടാക്കി തരണം എന്റെ ഉമ്മ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കണം എന്നല്ല ഞാൻ വിചാരിക്കുക. ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് എന്റെ ഉമ്മനെ പരിചരിക്കണം, എൻ്റെ ഉമ്മനെ സെർവ് ചെയ്യണം, എൻ്റെ ഉമ്മ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തണം. എൻ്റെ ഉമ്മ സ്കൂളിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഉമ്മ ഇരിക്കുമ്പോൾ കാലൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്തു കൊടുക്കണം. എനിക്ക് എൻ്റെ ഉമ്മനെ സേവിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ഉമ്മനെ മിസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഈ പുറത്ത് ഇതൊക്കെ കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഉമ്മ നല്ല ഫുഡ് ഉണ്ടാക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബോണസ് പോലെ. അതെ, ഞാൻ പൊതുവെ എൻ്റെ ഉമ്മ ടീച്ചറായിരുന്നു. അപ്പൊ ഈ കുട്ടികളൊക്കെ പറയും ഉമ്മാനോട് ഞാൻ അതുണ്ടാക്കാൻ പറയും, ഇതുണ്ടാക്കാൻ പറയും, ഉമ്മ അത് ഉണ്ടാക്കി തരും. പക്ഷെ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നു. എൻ്റെ ഉമ്മ ടീച്ചർ ആയതുകൊണ്ട് എൻ്റെ ഉമ്മ കിച്ചണിൽ കയറുമ്പോൾ ഞാൻ ഉമ്മനോട്, എന്തിനാ അമ്മ എത്ര കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കുന്നത്, വേണ്ട നമുക്ക് പുറത്തുനിന്ന് വല്ലതും വാങ്ങിക്കാം, അല്ലെങ്കിൽ ഉള്ള ഭക്ഷണം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നിങ്ങൾ പണിയെടുക്കല്ലേ എന്നായിരുന്നു ഞാൻ വളർന്ന സമയത്ത് എൻ്റെ ഉമ്മനോട് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ് അത്. നമ്മളുടെ ഈ മലയാളി ബോയ്സ്, അല്ലെങ്കിൽ മലയാളീസ് അല്ല, നമ്മളുടെ ഈ കോളേജസ്, യൂണിവേഴ്സിറ്റീസിലൊക്കെ ദൂരെ പോയി പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടെ കാനഡയിൽ നിൽക്കുന്നവരൊക്കെ ഉമ്മനെ മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ആ ഒരു സർവീസ് മിസ് ചെയ്യുന്നു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആ ഒരു വ്യക്തിയെ അവർ മിസ് ചെയ്യുന്നില്ല, ആ ഒരു കോൺവെർസേഷൻ അവർ മിസ് ചെയ്യുന്നില്ല. ഉമ്മനെ അവർ കാണണം എന്ന് പറയുന്നത് ഉമ്മനെ പരിചരിക്കാനല്ല, അവരെ സേവിക്കാനല്ല, അവർക്ക് സ്നേഹം കൊടുക്കാൻ വേണ്ടിയില്ല, സേവനങ്ങൾ ലഭിക്കാനാണ്. എക്സാക്ട്ലി. നീ കൈ തന്നെ എന്റെ മനസ്സിലെ പോയിന്റ് നീ വാക്കുകളാക്കി. അതെ. സോ നിങ്ങളോട് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇതേപോലെ കോളേജസിലോ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ പുറത്ത് അബ്രോഡിലോ ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളെ മാതാപിതാക്കളെ മിസ് ചെയ്യുന്നത്? ഉപ്പന്റെ, അതുപോലെ തന്നെ ഇനിയിപ്പം ഫാദറിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് വേണ്ട, ഫാദറിനെ മിസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു ATM ആണോ നിങ്ങൾ മിസ് ചെയ്യുന്നത്, അതോ ഫാദർ എന്ന വ്യക്തി? എൻ്റെ ഫാദറിനെ ഇതേപോലെ തന്നെ സേവിക്കാൻ,
സ്നേഹിക്കാൻ പരിചരിക്കാനാണോ നിങ്ങൾ മിസ് ചെയ്യുന്നത്? ഫാദേഴ്സിന്റെ റീൽസ് ഒന്നും കാണാറില്ല. കാണാറില്ലല്ലേ. ഒരു അൺസങ് ഹീറോസ് ആണ്, അണ്ടർഡോഗ്സ് ആണ് പാവങ്ങള്. എപ്പോഴും എവിടെയും മദേഴ്സിന്റെ റീൽസും മദേഴ്സിന്റെ കാര്യങ്ങളൊക്കെയാണ്, പാവങ്ങള്.